ഇന്ത്യയിൽ 9 ദിവസം കൊണ്ട് വർദ്ധിച്ചത് 1300% കോവിഡ് കേസുകൾ. നിലവിൽ 3783 സജീവ കോവിഡ് കേസുകളാണ് രാജ്യത്തുള്ളത്. കോവിഡ് സ്ഥിരീകരിക്കുന്നതിന് മുന്നിൽ കേരളം തന്നെയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 255 രോഗികളെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് എന്ന് ആരോഗ്യ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പറയുന്നു. മെയ് 22-ന് ഇന്ത്യയിൽ 255 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. നിലവിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. 1400 സജീവ കേസുകളാണ് കേരളത്തിലുള്ളത്. മഹാരാഷ്ട്രയിൽ 485 സജീവ കേസുകളും ഡൽഹിയിൽ 336 സജീവ കേസുകളുമുണ്ട്. ജനുവരി മുതൽ കൊറോണ മൂലം 28 മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 21 പേർ കഴിഞ്ഞ 2 ദിവസങ്ങളുള്ളിൽ മരിച്ചവരാണ്. മഹാരാഷ്ട്രയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 7 പേരാണ് ഇവിടെ മരിച്ചത്. പിന്നാലെ 5 പേർ കേരളത്തിൽ മരണപ്പെട്ടു. ഡൽഹിയിൽ 2 പേരും മരിച്ചു. ജനുവരി 1 മുതൽ രോഗമുക്തരായവരുടെ എണ്ണം 1170 കേരളത്തിൽ 72 പേരും ഡൽഹിയിൽ 77 പേരും മഹാരാഷ്ട്രയിൽ 34 പേരും കോവിഡ് മുക്തരായി. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ രൂപീകരിച്ച ഇന്ത്യൻ സാക്സ് കോവിഡ് ജീനോമിക് കൺസോർഷ്യത്തിൻ്റെ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം രാജ്യത്തെ JN.1 കോവിഡ് വേരിയൻറ്റിൻ്റെ പിൻഗാമികളായ NB.181-ഉം LF.7-ഉം രാജ്യത്ത് കോവിഡ് കേസുകളുടെ വർധനവിന് കാരണമാകുന്നുണ്ട്.